ജോലിയും പോയി, പ്രണയത്തിലെ തീപ്പും കിട്ടി, താമസിക്കാൻ ഒരിടവുമില്ലാതെ അങ്ങനെ ആകെ മൊത്തത്തിൽ ചുറ്റിനു നിന്നും 8ന്റെ പണി കിട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ഓഫർ കിട്ടുക ഒരു ഉടായിപ്പ് പണി തന്നെയാ. പക്ഷെ നിലനിൽക്കാനായി അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ പണി കിട്ടി നിൽക്കുന്ന സമയത്ത് മറ്റൊരു പണി ഏറ്റെടുക്കുന്ന നമ്മുടെ കഥാനായിക ആരാണവൾ, എന്താണ് അവൾക്ക് സംഭവിച്ചത്, ആരാണ് അവൾക്ക് ഒടുക്കത്തെ ആ പണി കൊടുത്ത ആ ആള് എന്നെല്ലാം അറിയാനായി നമുക്ക് വേഗം തന്നെ 2023 റിലീസായ അവർ ഫേക്ക് മാരേജ് എന്ന കഥയൊന്ന് കേട്ടാലോ. രസകരമായ സ്റ്റോറിയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് 2 കളിക്കൂട്ടുകാരായ കുട്ടികളെ കാണിച്ചുകൊണ്ടാണ്. അതിൽ ആ പെൺകുട്ടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, അവളാണ് നമ്മുടെ കഥാനായികയായ യായ് ഒരു രാജകുമാരിയുടെ പടമാണ് വരയ്ക്കുന്നത്. അതിനുശേഷം തന്റെ അടുത്തിരിക്കുന്ന തന്റെ ഫ്രണ്ടായ തക്കൂമിയോട് അവൾ പറയുന്നത്, ദേ എനിക്ക് ഇതുപോലെ ഒരു രാജകുമാരിയായി ജീവിക്കണം എന്നതാണ്. അത് കേൾക്കുന്ന തക്കൂമി അൾട്ടിമേറ്റ് പുച്ഛത്തില്, ഒന്ന് പോയ അവിടുന്ന്, രാജകുമാരിയായി ജീവിക്കണമെന്നോ, രാജകുമാരിയായി ഇനി നിനക്ക് മാറാൻ കഴിയില്ല, അതൊക്കെ ബൈ ബർത്ത്, ജനിക്കുമ്പോഴേ രാജകുമാരിയായി മാറേണ്ട കാര്യങ്ങളാണെന്ന് അവളെ പുച്ഛിച്ച് തള്ളുന്നു. ഏതാണ്ട് വലിയ കാര്യം പോലെ വരച്ച പടത്തെ പറ്റി തന്റെ ആഗ്രഹവും ചേർത്ത് പറഞ്ഞ അവൾക്ക് അത് വലിയൊരു നിരാശയായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം വർഷങ്ങൾക്കിപ്പുറത്ത് നമ്മൾ കാണുമ്പോൾ യായ് വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അവള് ബസ്സിൽ യാത്ര ചെയ്യവേ ഒരു കുഞ്ഞുറക്കത്തിന്ന് ഞെട്ടി ഉണരുന്ന സമയത്താണ് തിരക്കുള്ള ആ ബസ്സിൽ സീറ്റ് കിട്ടാതെ ഗർഭിണിയായ ഒരു യുവതി നിൽക്കുന്നത് അവൾ കാണുന്നത്. അത് അങ്ങനെ മറ്റു യാത്രക്കാരെ പോലെ കണ്ടോണ്ടിരിക്കാനായി അവൾക്ക് സാധിച്ചില്ല. അവൾ എഴുന്നേറ്റ് കൊടുക്കാൻ തയ്യാറാവുമ്പോ വേണ്ടെന്നെല്ലാം ഒരു മര്യാദയോടുകൂടി ആ യാത്രക്കാരി പറയുന്നുണ്ടെങ്കിലും വേണ്ട അത് ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്ന ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അവൾ എന്തിനാ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്ന് എന്നോട് ചോദിച്ചാ കഥയിലെ ചോദ്യമില്ലാന്നേ പറയാൻ കഴിയൂ. ആ ബസ്സിൽ തന്നെ നിന്ന് പോയാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ അടുത്ത ബസ്സും കാത്തു നിൽക്കുമ്പോഴാണ് ഏതാണ്ട് 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞേ ബസ് ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ വെയിറ്റ് ചെയ്ത സമയം കളയാതെ വേഗം വെച്ച് പിടിക്കുകയാണ് അവൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കഫേയിലേക്ക്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഏയ്ക്ക് അവളുടെ ഒരു സഹപ്രവർത്തകയായ മിഷ ഇപ്പൊ ബേക്ക് ചെയ്തതാന്ന് പറഞ്ഞ് കുറച്ച് കുക്കീസ് ഒക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മാനേജർ എത്തി രണ്ടുപേർക്കും ആ മാസത്തെ സാലറി കൊടുക്കുന്നത്. കൂടാതെ ഇവിടെ ഇത്രയും സ്റ്റാഫ്സിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവരിൽ മിഷയെ അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് വരണ്ടെന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. മിഷ ആകെ സങ്കടത്തിലാവുന്നു. കാരണം അവരൊരു സിംഗിൾ മദറാണ്, ഒറ്റയ്ക്കാണ് കുട്ടിയുടെ കാര്യങ്ങളും വീട്ടിലെ ചെലവുകളും മറ്റും നോക്കി നടത്തുന്നത്. ഈ ഒരു ജോലി പോയാൽ പെട്ടെന്ന് ഒരു ജോലി എങ്ങനെ എവിടെ നിന്ന് എന്ന ടെൻഷൻ അവർക്ക് വരുന്നു. നമ്മുടെ ഒരു മനസ്സലിവുള്ള പെൺകുട്ടിയാണെന്ന് മുന്നേ ബസ്സിൽ തന്നെ സീറ്റ് മാറി കൊടുക്കുന്നതിൽ നിന്ന് മനസ്സിലായില്ലേ. ഇവിടെയും അവൾ ഒഴിഞ്ഞു കൊടുക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ജോലി ക്വിറ്റ് ചെയ്യുന്നത് കൊണ്ട് മിഷയ്ക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനായി സാധിക്കുന്നു. പിന്നീട് എന്ത് എന്ന ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് അവൾ മനസ്സലിവോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാനായി ഓരോ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഏയുടെ കളിക്കൂട്ടുകാരൻ തക്കൂമിയെ നിങ്ങൾ മറന്നില്ലല്ലോ. അവനും അവളെ പോലെ തന്നെ കാലങ്ങൾക്കൊത്ത് വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ഒരു സക്സസ്ഫുൾ ആയ ആർക്കിടെക്ട് ആണ്. അവൻ അങ്ങനെ ഒരു ക്ലയന്റിനെ ചെന്ന് കണ്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിച്ച് പോരുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അമ്പരപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് മാത്രം പോരാ, താൻ ഹോസ്റ്റ് ചെയ്യുന്ന പാർട്ടിയിലും വന്ന് പങ്കെടുക്കണമെന്ന് ക്ലയന്റ് അവനെ പ്രത്യേകം ക്ഷണിക്കുമ്പോൾ അവൻ വരാമെന്നും പറയുന്നു. ഇതിന്റെ ഇടയിൽ ജോലിയും ക്വിറ്റ് ചെയ്തില്ല. ഇനിയിപ്പോ ഒരു സമാധാനത്തിന് ബോയ് ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ച് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ഏയ്ക്ക് അവിടുന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അറിയേണ്ടി വരുന്നത്. ബോയ് ഫ്രണ്ട് തന്റെ ജോലിയുടെ ആവശ്യത്തിന് വിദേശത്ത് പോവുകയാണെന്നും ആ ഒരു കാലയളവിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അതായത് രണ്ടുപേരും കാണാതെ വെറും ഫോൺ കോളുകളിലൂടെ മെസ്സേജുകളിലൂടെ മാത്രം ബന്ധം പുതുക്കി മുന്നോട്ട് പോകാൻ അയാൾക്ക് താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാമെന്നും അയാൾ പറയുന്നു. അവൾക്കത് വലിയ ഞെട്ടലായിരുന്നു. ഇങ്ങനെ പറയുന്ന ഒരാളെ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവളും സങ്കടത്തോടു കൂടിയാണെങ്കിലും അയാളുടെ ആഗ്രഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ ആ സങ്കടത്തില് മാനസമൈനയും പാടി താമസ സ്ഥലത്തേക്ക് നടക്കുന്ന അവള് ആകെ ശോകമായി കണ്ണുനീരൊക്കെ നിറഞ്ഞ് റോഡ് പോലും കാണാൻ പറ്റാതെ തട്ടിത്തടഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അവള് തറയിൽ കിടക്കുമ്പോ ഒരാൾ അവളെ എത്തി സഹായിക്കുന്നു. ആ സമയത്ത് രണ്ടുപേരും പരസ്പരം മുഖം കാണുമ്പോഴാണ് ഈ വീണ പെൺകുട്ടി ആണെന്നും എഴുന്നേൽപ്പിച്ച് സഹായിച്ച ആൾ തക്കൂമിയാണെന്നും അവർക്ക് മനസ്സിലാവുന്നത്. ഇവർ കളിക്കൂട്ടുകാരായിരുന്നെങ്കിലും ഏതാണ്ട് 10 വർഷങ്ങളായി ഇവർക്കിടയിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ യാദൃശികമായി റോഡിൽ വെച്ച് കണ്ട് രണ്ടുപേരും ആകെ സർപ്രൈസ്ഡ് ആയി. അവൾക്കാകട്ടെ ഇപ്പോ ജോലിയില്ല, ബോയ് ഫ്രണ്ടും ഇല്ല, റെന്റ് കൊടുക്കാൻ കാശും ഇല്ലാതെ താമസ സ്ഥലവും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അതറിയുന്ന അവൻ അവളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു സമയത്ത് ഒന്ന് ഫ്രഷ് ആവുന്ന അവൾ അവന്റെ കയ്യിൽ റിങ് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നാ ശരിയാവോ, നിങ്ങളുടെ വൈഫിന് അത് ഇഷ്ടാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ
മാരീഡ് ഒന്നും അല്ല. പിന്നെ ഈ വെഡിങ് റിങ് അത് ചില ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി തന്നെ മനഃപൂർവ്വം ഞാൻ ഇട്ടിരിക്കുന്നതാ. അതിന് പിന്നിൽ വേറെ കഥയുണ്ട് എന്നൊക്കെ പറയുന്നു. കൂടാതെ ഞാനിപ്പോ നല്ല സക്സസ്ഫുൾ ആയിട്ട് എന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ അവനെ തന്നെ പൊക്കി പറയുന്നുണ്ട്. കൂടാതെ അവളോട് അവളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ ജോലിയും പോയി, എന്റെ ബോയ് ഫ്രണ്ടും പോയി, താമസ സ്ഥലവും പോയി, ഞാൻ അങ്ങനെ കുത്തുവാള എടുത്ത് നിൽക്കുകയാണെന്ന് അവള് പറയുമ്പോ ഒന്ന് ആലോചിച്ച ശേഷം അവൾക്കൊരു ഓഫർ കൊടുക്കുന്നു. ദേ നോക്ക്, നീ അടുത്തൊരു 6 മാസത്തേക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാമെങ്കിൽ നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തരാം, താമസിക്കാനും നിന്റെ മറ്റു ചെലവുകൾക്കും എല്ലാം നല്ല കാശ് തരുമെന്ന് അവൻ അവളോട് പറയുമ്പോ എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിനയിക്കേണ്ട ആവശ്യം എന്ന് അവള് ചേർക്കുന്നുണ്ട്. അവനിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസിന് ചില കോൺസെപ്റ്റുകളുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു ഫാമിലി റിലേഷൻ ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകൾ തന്റെ സ്ഥാപനത്തിലെ ജോലിക്ക് വേണം. അവര് കുടുംബം നന്നായിട്ട് നോക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് തന്റെ സ്ഥാപനത്തിലെ ജോലി ഒരു സപ്പോർട്ട് ആവണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് അത്തരം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ചില ജോലിക്കൊക്കെ കണ്ടീഷൻസിലെ മാരീഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലാന്ന്. അത് കണക്ക് മാരീഡ് അല്ലാത്തവർക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കണ്ടീഷൻ. പുള്ളിക്കാരന്റെ മകള് ഒരു 6 മാസത്തിന് ശേഷം സ്ഥാപനം ഏറ്റെടുക്കുമെന്ന് അറിയുന്നത്. അപ്പോഴേക്കും ഈ ഓൾഡ് ഫാഷൻ ചിന്താഗതികളൊക്കെ മാറും. അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ മാരീഡ് ആണെന്ന് കാണിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് തിരിച്ച് നിനക്ക് വലിയ സഹായമായിരിക്കുമെന്ന് അവൻ പറയുമ്പോ അവള് പെട്ടെന്ന് അതിന് ഓക്കെ ഒന്നും പറയുന്നില്ല. അവള് ഇങ്ങനെ ഭാര്യയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോ നിസ്സാര കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് നിരസിക്കുന്നു. അവള് വേറൊരു ഫ്രണ്ടിന്റെ കൂടെ നിൽക്കാമെന്ന് കരുതിയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ആ ഫ്രണ്ട് ഇവള് വിചാരിച്ച പോലത്തെ ഒരു സിറ്റുവേഷനിലല്ല. പുള്ളിക്കാരിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയും ഹസ്ബൻഡും, അത് ന്യൂലി മാരീഡ് കപ്പിൾ ഇങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിൽ ഇവൾക്ക് എത്ര നാൾ താമസിക്കാൻ കഴിയും? അത് അവർക്കായാലും ഇവൾക്കായാലും ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി പോകാനും മറ്റൊരു ഇടം ഇല്ലെന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം തന്നെ ടക്കൂമിയെ ഫോൺ ചെയ്ത് അവന്റെ ഓഫർ താൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിക്കുകയാണ്. അവൾ അത് പറയുമ്പോ ആദ്യം ഞാൻ ഓഫർ എന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്ന മട്ടിൽ അവൻ ജാടയിലാണ് സംസാരിച്ച് കോള് കട്ട് ചെയ്യുന്നത്. എന്തായാലും നീങ്ങ് വാ ഒന്ന് നോക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞ് കോള് കട്ട് ചെയ്ത ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആയി തുള്ളി ചാടുന്നുണ്ടായിരുന്നു. താൻ കൊടുത്ത ഓഫർ അവളെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന സന്തോഷത്തിൽ അവൻ. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ കഥയുടെ തുടക്കത്തിൽ അവളൊരു പ്രിൻസസിന്റെ പടം വരച്ച് അതേപോലെ ആവണം, ജീവിക്കണമെന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നില്ലേ? അന്ന് അവള് വരച്ച പടം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ടക്കൂമി സൂക്ഷിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെടുത്ത് നോക്കുന്ന അവൻ, നീ ആഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ രാജകുമാരിയാക്കുമെന്നും മനസ്സിലോർക്കുന്നു. അപ്പോ ഇതിന്ന് തന്നെ അവന് അവളോടൊരു താല്പര്യമുണ്ട്, ഒരു പ്രണയമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ്. ഈ സമയത്താണ് നമ്മൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഇവരുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ബലൂണും കയ്യിൽ വെച്ച് ഹാപ്പി ആയിട്ട് നടന്നു വരുന്ന കുട്ടിയായി അവിടെ ബലൂൺ ഇല്ലാതെ കരയുന്ന മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ അവളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ആ ബലൂൺ വെച്ചോ, എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ആ ബലൂൺ ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഇത് മാറി നിന്ന് ടക്കൂമി കാണുന്നുണ്ടായിരുന്നു. ഇവൾ എന്തൊരു കള്ളിയാ, അവൾക്ക് വേറെ ബലൂണും ഇല്ല, അവൾക്ക് ആ ബലൂണും കൊണ്ട് കളിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നിട്ടും എന്തിനാ ഇവള് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്? ഇവൾക്ക് ഇവളെ പറ്റി യാതൊരു ചിന്തയില്ലേ എന്ന് ടക്കൂമി അന്നേ ചിന്തിച്ചിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള ബലൂൺ അവൾക്ക് വേണ്ടി രഹസ്യമായി അവളുടെ വീടിന്റെ അടുത്ത് വെക്കുന്നുണ്ടെങ്കിലും അവൾ ആ ബലൂണ് അവളുടേതല്ല, വേറെ ഏതെങ്കിലും കുട്ടിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് കരുതി അവിടുത്തെ സെക്യൂരിറ്റിയെ അത് ഏൽപ്പിക്കുന്നു. പണ്ടേ ഇവളോടൊരു താല്പര്യം അവനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൾക്കാകട്ടെ അന്ന് കെൻഡോ എന്നൊരു പയ്യനോടായിരുന്നു ടക്കൂമിയോടുള്ളതിനേക്കാൾ കാര്യമുണ്ടായിരുന്നത്. അത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ടക്കൂമിക്ക് അവൻ അവളോട് തോന്നുന്ന ഇഷ്ടമൊന്നും തുറന്നു പറയാനായി ഒരു ധൈര്യവും അന്ന് കിട്ടിയിരുന്നില്ല. പറഞ്ഞു വരുമ്പോ ഈ കെൻഡോയും ടക്കൂമിയുടെ അടുത്ത കൂട്ടുകാരനായിട്ട് വരും. അങ്ങനെ ഇവർ വളർന്ന് ഹൈസ്കൂളിൽ എത്തുന്ന സമയത്ത് കെൻഡോയ്ക്ക് അവന്റെ ഫാമിലിയുടെ കൂടെ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറിപ്പോണ്ടി വന്നു. അത് യായെ വല്ലാണ്ട് സങ്കടപ്പെടുത്തിയ ഒരു കാര്യവുമാണ്. കൂടാതെ കെൻഡോയും അവളെ നീ രാജകുമാരിയെ പോലെ നോക്കണമെന്ന് അവളുടെ ആഗ്രഹം അറിയാവുന്നത് കൊണ്ട് ടക്കൂമിയോട് പറഞ്ഞിട്ടുമാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞ് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അവൻ കരിയർ ബിൽഡ് ചെയ്യാനായി സ്ട്രഗിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവളെയും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അവള് പോലും കാണാതെ അറിയാതെ. അങ്ങനെ സ്വന്തമായി ഒരു കമ്പനി ഫോം ചെയ്യാനായി അവന് സാധിച്ചു. അതിന്റെ സന്തോഷത്തിൽ അവളെ പ്രപ്പോസ് ചെയ്യാനായി അവളുള്ള സ്ഥലത്തേക്ക് പോകുന്ന അവൻ കാണുന്നത് അവൾ പുതിയൊരാളുമായി റിലേഷനിലായിരിക്കുന്നതാണ്. അതാണ് അവളിപ്പോ ഇട്ടിട്ട് വിദേശത്തേക്ക് പോയ അവളുടെ ബോയ് ഫ്രണ്ട്. എന്തായാലും അത് കണ്ട് തകരുന്ന അവൻ വാങ്ങിച്ചോണ്ട് വന്ന റിങ്ങുമായി ഒരു ബാറിലേക്ക് ചെന്ന് മദ്യപിച്ച് ലെക്ക് കേട്ട് ആ റിങ് അവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിലും അവന്റെ ഒരു ഫ്രണ്ട് അത് കണ്ട് ആ റിങ് അവന് തിരിച്ചേൽപ്പിച്ചു. എനിക്കിതൊന്നും വേണ്ട, എന്റെ അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ആ റിങ് ഒടുക്കം അവന്റെ കയ്യിൽ തന്നെ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ കമ്പനിക്ക് വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായി മറ്റൊരാളുമായി അസോസിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ ആളാണിപ്പോ വിവാഹിതനായ ഒരാൾക്ക് മാത്രമേ ഡീലിംഗ് നൽകൂ, ജോലി കൊടുക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ആ വെഡിങ് റിങ് അവൾക്ക് വേണ്ടി വാങ്ങിച്ചത് ഇപ്പോ കയ്യിലിട്ടോണ്ട് നടന്ന് താൻ വിവാഹിതനാണെന്ന് അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായി നോക്കുന്നത്.
ഇവൻ ആ മീറ്റിംഗിന്റെ ഇടയിൽ അയാളോട് താൻ വിവാഹിതനാണെന്ന് പറഞ്ഞ ആ ഒരു ഡീലിംഗ് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ മകളും ഇവന്റെ ബിസിനസ് പാർട്ട്ണർ ആയ പയ്യനും ഇവൻ വിവാഹിതനല്ല എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിലും അവൻ ഇത് കള്ളമൊന്നുമല്ല, ശരിക്കും ഞാൻ വിവാഹിതനാ, ഞാനിത് രഹസ്യമാക്കി എന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തടിതപ്പുന്നു. അങ്ങനെ ഇതാണ് ഇതുവരെ നടന്ന ഓരോ കാര്യങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക്. അങ്ങനെ അവളിപ്പോ അവന്റെ ഭാര്യയായി അഭിനയിക്കാൻ സമ്മതിച്ച് അവന്റെ താമസ സ്ഥലത്തേക്ക് വന്നു നിൽക്കുന്നു. അവൾ ഒരു ഓക്വേർഡ് ഫീലിംഗിലാണ് അവിടെ നിൽക്കുന്നത്. അവൻ അത് മനസ്സിലാക്കി അവളോട്, നീ ഇവിടെ ജോലിക്കാരിയായി എന്റെ മെയ്ഡായിട്ട് വന്നതൊന്നുമല്ല, അതുകൊണ്ട് ആ രീതിയിൽ നിന്നെ പറ്റി ചിന്തിക്കോ, ഇവിടെ അങ്ങനെ പെരുമാറാൻ നോക്കുവോ വേണ്ടാന്ന് അവൾക്ക് ധൈര്യം നൽകി സംസാരിക്കുന്നു. അങ്ങനെ തന്റെ ഫേക്ക് വൈഫായി അഭിനയിക്കേണ്ട സമയത്ത് അവൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവൻ വിവരിക്കുന്നു. 6 മാസത്തേക്കാണ് അവൾ അഭിനയിക്കേണ്ടത്. അവൻ ഡീല് വെക്കുന്ന ആള് 6 മാസത്തിന് ശേഷം ആ ഒരു കമ്പനിയും അതിന്റെ ഭരണവും എല്ലാം മകൾക്ക് കൈമാറും. പുള്ളിക്കാരി ഇങ്ങനത്തെ കോൺസെപ്റ്റിലൊന്നും വിശ്വസിക്കാത്ത ആളാണെന്ന് പറയുന്നു. കൂടാതെ ഏറെ നാളായി അവന്റെ കൂടെയുള്ള ബിസിനസ് പാർട്ട്ണർ ഷിൻഡോയെ പറ്റിയും അവൻ പറയാണ്. ഈ ഓൾഡ് മാനുമായുള്ള ഡീലിംഗ് കമ്പനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് താൻ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നും പറയുന്ന അവൾ വിവാഹിതയാണെന്ന് കാണിക്കാനായി കയ്യിൽ ധരിക്കേണ്ട മോതിരം കൈമാറുന്നു. ഈ ഓൾഡ് മാന്റെ ബർത്ത്ഡേ പാർട്ടി വരുന്നുണ്ട്, അന്ന് നീ എന്റെ ഫേക്ക് വൈഫായി എന്റെ കൂടെ അതിൽ പങ്കെടുക്കണമെന്നാണ് അവൻ പറയുന്നത്. എനിക്കിപ്പോ വന്നിരിക്കുന്ന ചുമതല നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ ഒരു പ്രശ്നവും പറ്റാതെ ആളുകളുടെ മുന്നിൽ, അതൊരു പാർട്ടിയല്ല, അപ്പൊ അവിടെ എങ്ങനെ അഭിനയിക്കണം എന്നതിനൊക്കെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നു. അതൊരു വൈഫായിട്ടല്ലേ അഭിനയിക്കേണ്ടത്, അവൾ ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഒരു റോളാണ് അവളിപ്പോ ഏറ്റെടുക്കുന്നത്. അങ്ങനെ അവൻ വാങ്ങിക്കൊടുത്ത മനോഹരമായ ഒരു വസ്ത്രം ധരിച്ച് അവന്റെ ഭാര്യയായി അവൾ അവന്റെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവര് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട് ആ ഒരു ഡീലിംഗ് നടത്തുന്ന നൈനാൻ എന്ന ആ ഓൾഡ് മാൻ നല്ല ഹാപ്പിയായി അവരെ കോംപ്ലിമെന്റ് ചെയ്യാണ്. നിങ്ങൾ നല്ല കപ്പിളാണ്, എന്തിനിങ്ങനെ മാരേജ് ഒക്കെ രഹസ്യമാക്കി വെക്കണം, രണ്ടുപേരും തമ്മിൽ അത്ര നല്ല ചേർച്ചയാ, ഇനി കണ്ണ് കിട്ടുമെന്ന് പേടിച്ചിട്ടാണോ എന്നെല്ലാം അദ്ദേഹം കുശലം പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് യായെ കാണുന്ന ഷിൻഡോ കാര്യമായി വന്ന് സംസാരിക്കുന്നു. പക്ഷേ ഈ നൈനാന്റെ മകൾ റെമിക്ക് എന്തോ ഒരു ഡൗട്ട്. ആദ്യം നീ കള്ളം പറയല്ലേ എന്നെല്ലാം അവൻ മാരീഡ് ആണെന്ന് ടക്കുമി പറഞ്ഞപ്പോ റെമി ചോദിച്ചെങ്കിലും അല്ല എന്ന് പറഞ്ഞ് അവൻ താൻ മാരീഡ് ആണ് എന്നതിൽ തന്നെ ഉറച്ചു നിന്നിരുന്നല്ലോ. ഇപ്പൊ ഇവളെ കാണുമ്പോ ഡൗട്ട് അടിക്കുന്ന റെമി എന്തോ കള്ളക്കളി ഫീൽ ആവുന്നല്ലോ എന്ന തോന്നലില് തന്നെ നിൽക്കാണ്. പാർട്ടി കഴിയുമ്പോൾ അവളെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുള്ള മനോഹരമായ വ്യൂ കാണിക്കുകയും അവിടെ അവൻ ആദ്യമായി ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് ഏതാണെന്ന് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതേ സമയം ഡൗട്ട് വിട്ടുമാറാത്ത റെമി, അവൾക്ക് ഇവൻ മാരീഡ് അല്ല എന്നത് ബിസിനസ് കൊടുക്കുന്നതിൽ വിഷയമുള്ള കാര്യമല്ല, പക്ഷെ അവൻ എന്തിനങ്ങനെ കള്ളം പറഞ്ഞു, പക്ഷെ അവൻ പറഞ്ഞത് കള്ളമാണോ എന്ന ഡൗട്ട് ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനായി ഷിൻഡോയുടെ സഹായം ചോദിക്കുന്നു. ഷിൻഡോയും സമ്മതിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ടക്കുമിയോട്, എന്തായാലും നിന്റെ കല്യാണത്തിന് വിളിച്ചോ ഇല്ല അറിയിച്ചോ ഇല്ല, ഇപ്പൊ ഒരു പാർട്ടി എങ്കിലും നടത്തണമെന്ന് പറയുമ്പോ ആദ്യം ടക്കുമി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. എന്താടാ കല്യാണം വല്ല ഉടായിപ്പാണോ, ഇത്രയ്ക്ക് ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ എന്നല്ല ഷിൻഡോ ചോദിക്കുമ്പോ, ശരി നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോ, നീ എന്നെ ലഞ്ചിന് വിളിച്ചാൽ മതി, വീട്ടിൽ വന്ന് എനിക്കൊരു ലഞ്ച് അതാ എനിക്ക് വേണ്ടതെന്ന് ഷിൻഡോ പറയുമ്പോ ടക്കുമി സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ടക്കുമി വീട്ടിലെത്തി യായിയോട് അടുത്ത ദിവസം ഷിൻഡോ വീട്ടിലേക്ക് ലഞ്ചിന് വരുന്നുണ്ട്, അവൻ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്, ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറയാണ്. ഷിൻഡോ ബെസ്റ്റ് ഫ്രണ്ട് ആ പണ്ടോട്ടെ കൂടെയുള്ള ആളാണെന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തുകൊണ്ട് സത്യം പറഞ്ഞുകൂടാന്ന് അവള് ചോദിക്കുമ്പോ, ഞാൻ ഈ ഒരു ബിസിനസിന് വേണ്ടി പറഞ്ഞ കള്ളം അവനും അറിയാമെന്ന് അറിഞ്ഞ് പിന്നെ നാളെ ഇതും കാണാം ആ നൈനാൻ അറിഞ്ഞ് അവന് പ്രശ്നമാവണ്ട, ഇതാവുമ്പോ ഞാൻ മാത്രം ഡീൽ ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ, വല്ലതും പ്രശ്നമായ എനിക്ക് മാത്രം അത് ഫേസ് ചെയ്താൽ മതിയല്ലോ എന്ന് അവൻ പറയുന്നു. അങ്ങനെ റെമിയെ ഫോൺ ചെയ്ത് താൻ അടുത്ത ദിവസം ലഞ്ചിന് പോകുന്ന കാര്യം ഷിൻഡോ അറിയിക്കുമ്പോൾ ഞാനും വരട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. വേണ്ട വേണ്ട ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ഷിൻഡോ പറയുമ്പോൾ, എങ്ങാനും അവന്റെ മാരേജ് ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ ഞാൻ അവനെ ഈ ബിസിനസ് ചെയ്യുന്ന പുറത്താക്കും, ഓൾറെഡി എനിക്ക് അവൻ മാരീഡ് ആവണമെന്നൊന്നുമില്ല, എന്നിട്ടും അവൻ ഇങ്ങനെ കള്ളം എന്റെ മുന്നിൽ പറഞ്ഞു അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് റെമി പറയുമ്പോ, അങ്ങനത്തെ തീരുമാനം ഒന്നും എടുക്കല്ലേ എന്ന് ഷിൻഡോ അവളെ തടയുന്നു. അങ്ങനെ എന്തായാലും ലഞ്ചിന് അവൻ എത്തുന്നതിന് മുന്നേ വീടൊരു ഭാര്യ ഭർത്താവ് താമസിക്കുന്ന കണക്ക് മാറ്റാനായി അവർ ഷോപ്പിങ്ങിനൊക്കെ പോയി നല്ല അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു. ഒപ്പം ഇവരുടെ ഹണിമൂണിന്റേത് കണക്ക് രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോയും ഫോട്ടോഷോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസം വീട്ടിലേക്ക് എത്തുന്ന ഷിൻഡോ വീട് മൊത്തവും അവൻ ലാസ്റ്റ് ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുന്നെയാണ് അവൻ ഈ ടക്കുമിയുടെ വീട്ടിൽ നിന്നിട്ടുള്ളത്. അപ്പോ അന്ന് കണ്ട പോലെ അല്ല ഇപ്പോ ഇവൻ പറഞ്ഞത് ശരിയാണെന്ന മട്ടിൽ ഒരു ചിന്ത വരുന്നു. കൂടാതെ അവിടെ വെച്ചിരിക്കുന്ന ഇവരുടെ ഫോട്ടോസ് നോക്കുന്നവനും ഡൗട്ട് അടിക്കാൻ മാത്രം ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോഴും അവന് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ കുക്ക് ചെയ്തത് ടക്കുമിയാണെന്ന്. അതെ, ആകെപ്പാടെ ഒരേ ഒരു ഡിഷ് മാത്രമേ മര്യാദയ്ക്ക് കുക്ക് ചെയ്യാനായി യായ്ക്ക് അറിയുള്ളൂ, അതാണെങ്കിൽ റാഡിഷും കൊണ്ടുള്ള ഒരു ഡിഷാണ്. ആ ഡിഷ് ടക്കുമി ഉണ്ടാക്കിയതല്ല യായ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കുന്ന ഷിൻഡോയ്ക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്നു. എനിക്കിത് കഴിച്ചപ്പോ വീട്ടിലെ ഫുഡ് ഓർമ്മ വരുന്നു എന്ന് അവൻ കോംപ്ലിമെന്റ് ചെയ്യാണ്. അതിനുശേഷം അവളുടെ വീട്ടുകാരെ പറ്റിയൊക്കെ അവൻ തിരക്കുമ്പോൾ തന്റെ കുട്ടിക്കാലത്ത് അവരൊക്കെ മരണപ്പെട്ടു എന്നത് അവൾ അറിയിക്കുന്നു. ഇവര് കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയാവുന്നവരാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഷിൻഡോ, അപ്പോ നിങ്ങള് പരസ്പരം ആദ്യ പ്രണയമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോ അതിൽ പകുതി ശരിയാ, എന്റെ കുട്ടിക്കാലത്തെ ആദ്യ പ്രണയം ഇവള് തന്നെയാ, പക്ഷെ ഇവളുടെ ആദ്യ പ്രണയം ഞാനല്ല, അത് കെൻഡോ എന്നൊരു പയ്യനാണെന്ന് ടക്കുമി വിശദീകരിക്കുന്നു.
അത് കേൾക്കുന്ന യായി എന്തോന്ന് അതിനെപ്പറ്റി പറയാനേ വരുന്നുണ്ടെങ്കിലും ടക്കുമിക്ക് അപ്പോ ഒരു ഇമ്പോർട്ടന്റ് ഫോൺ കോൾ വരുന്നതിനെ തുടർന്നവൻ അത് കേൾക്കാൻ നിൽക്കാതെ മാറിപ്പോകുന്നു. അങ്ങനെ എന്തായാലും ടക്കുമിയുടെ വൈഫായ യായിയെ ഷിൻഡോയ്ക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ആതിഥ്യ മര്യാദയുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്ന് അവൻ വിലയിരുത്തുന്നു. കൂടാതെ നല്ലൊരു ഫ്രണ്ടായി തന്നെ അവളും അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മാരേജ് റിയൽ ആണ് എന്ന് പറഞ്ഞ് അവരുടെ ഹണിമൂൺ പിക്ചർ എല്ലാം ക്ലിക്ക് ചെയ്ത് ഷിൻഡോ റൂമിക്ക് അയച്ചും കൊടുക്കുന്നു. അത് കണ്ട് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് അവൾ ജൂനോ എന്ന ഒരാളെ കാണുന്നത്. ഈ ജൂനോ മുന്നേ ടക്കുമിയുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ടക്കുമി ഇയാളുടെ കീഴിൽ വർക്ക് ചെയ്തു എന്നും പറയാം. അതുകൊണ്ട് തന്നെ കോമണായി അറിയാവുന്ന ടക്കുമിയെ പറ്റിയുള്ള സംസാരം വരുമ്പോ ടക്കുമിയുടെ കല്യാണം കഴിഞ്ഞു ഇതേ പിക്ചർ എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ഫോട്ടോ റെമി കാണിച്ചു കൊടുക്കുമ്പോൾ അത് നോക്കുന്ന ജൂനോയ്ക്ക് ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് മനസ്സിലാവുന്നു. കാരണം ആ ഒരു ഫോട്ടോയുടെ പിറകിലായി കാണുന്ന ഒരു ബിൽഡിംഗ് ഏതാനും മാസങ്ങൾക്ക് മുന്നേ കൺസ്ട്രക്ട് ചെയ്തതാണ്. പക്ഷെ ഇവരുടെ വിവാഹം 1 വർഷം മുന്നേ കഴിഞ്ഞതാണ്, 1 വർഷത്തിന് മുന്നേ എടുത്ത പിക്ചറാണ് എന്നാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കള്ളമാണെന്ന് ജൂനോയ്ക്ക് മനസ്സിലാവുന്നു. ജൂനോ അത് റെമിയോട് പറയുകയും ചെയ്യുന്നു. എന്തായാലും നിന്റെ അച്ഛന്റെ പിടിവാശി കാരണം അവന് കള്ളം പറയേണ്ടി വന്നതല്ലേ. കൂടാതെ ഇതൊക്കെ നിങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിന്റെ അച്ഛൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും തെറ്റിദ്ധരിക്കപ്പെടാം എന്ന കാര്യം കൊണ്ടായിരിക്കാം അവൻ നിങ്ങളോട് ആരോടും പറയാതിരുന്നതെന്നും ജൂനോ പറയുന്നുണ്ട്. അങ്ങനെ ജൂനോ പിന്നീട് ടക്കുമിയെ വീട്ടിൽ ചെന്ന് കാണുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഫോട്ടോഷോപ്പിനെ പറ്റിയും കള്ളത്തിനെ പറ്റിയും എല്ലാം ജൂനോ ചോദിക്കുമ്പോൾ ടക്കുമി പെട്ടെന്ന് ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്ന യായി കാര്യങ്ങൾ മനോഹരമായി വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ മാരീഡ് ആണെന്നും പക്ഷെ ഇവരുടെ വിവാഹ ഫോട്ടോ അവൾ അറിയാതെ ഡിലീറ്റ് ചെയ്തതാണെന്നും പറയുന്ന അവൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചതാ, അല്ലാതെ അതിൽ കള്ളമൊന്നുമില്ല എന്ന് അവനോട് തീർത്ത് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ബിസിനസിന്റെ ആവശ്യത്തിന് ഇവർക്കൊരു ട്രിപ്പ് പോകേണ്ടി വരുന്നത്. ആ ട്രിപ്പിൽ ടക്കുമി യായിയെ കൂടെ കൂട്ടുന്നുണ്ട്. റെമി ആകട്ടെ അവിടെ യായി ടക്കുമിയുടെ കൂടെ ഉള്ളത് ഇഷ്ടപ്പെടാതെ അവളെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും യായി വളരെ മനോഹരമായി തന്നെ അവളുടെ ക്യാരക്ടർ നഷ്ടപ്പെടുത്താതെ പെരുമാറുന്നു. അങ്ങനെ രാത്രി ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമിലെത്തുന്ന രണ്ടുപേരും കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്റെ ഫസ്റ്റ് ലവ് നീ തന്നെയാണെന്ന് അവൻ ഇങ്ങനെ അവളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവളുടെ മുഖത്ത് വല്ലാത്ത നാണം വരുന്നുണ്ടായിരുന്നു. അവൾ മുന്നേ പറയാനായി വന്ന് പറയാൻ സാധിക്കാതെ പോയ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട അതേ കാര്യം ഇപ്പോഴും പറയാൻ വരുന്നുണ്ടെങ്കിലും വീണ്ടും അത് തടസ്സപ്പെടുന്നു. അവനൊരു ഫോൺ കോൾ വന്നിരിക്കുകയാണ്. വിളിച്ചിരിക്കുന്നത് റെമിയാണ്. റെമിയും ഈ ട്രിപ്പിന് വന്നിട്ടുണ്ടല്ലോ. അവളുടെ ബാത്റൂമിലെ പൈപ്പ് വർക്ക് ചെയ്യുന്നില്ല, വന്ന് നോക്കണമെന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് അവനെ വിളിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾ കള്ളം പറഞ്ഞതാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൾ ആ സമയം നിങ്ങൾ റിയലായി മാരീഡ് അല്ല എന്ന് എനിക്കറിയാം, നിനക്ക് അവളെ കളഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചൂടെ, നമുക്ക് ഒന്നിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം, എന്തുകൊണ്ടും അവളെക്കാളും ഞാൻ നല്ലതല്ലേ എന്നെല്ലാം റെമി ചോദിക്കുമ്പോൾ ടക്കുമി തനിക്ക് അവളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. റെമി ഭയങ്കരമായ കലിപ്പിൽ അടുത്ത ദിവസം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാനായി ഒരുങ്ങുമ്പോൾ അത് യാദൃശികമായി യായി കാണുന്നുണ്ട്. അവൾ റെമി എപ്പോഴും തന്നോട് ദേഷ്യത്തോടെയാണ് പെരുമാറുന്നതെങ്കിലും റെമിയോട് കാര്യമായി പെരുമാറി അവളുടെ ലഗേജ് ഒക്കെ ചുമന്ന് അവളെ സഹായിക്കുന്നു. പക്ഷെ അപ്പോഴും ദേഷ്യപ്പെട്ട് പെരുമാറുന്ന റെമിക്ക് കാശോ അല്ലെങ്കിൽ കാണാനുള്ള ലുക്കോ അല്ല കാര്യം, സ്വഭാവം അതാണ് ഏറ്റവും വലുത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത്ര മനോഹരമായി നല്ല രീതിയിൽ ആരോടും പെരുമാറുന്ന യായേക്കാൾ ഒരു രീതിയിലും താൻ ബെറ്റർ അല്ല എന്ന് തിരിച്ചറിവുണ്ടാവുന്നു. പക്ഷെ അവൾ തനിക്ക് ടക്കുമിയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചത്, എനിക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ട്, എനിക്ക് തെറ്റ് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവളെ ഇൻസൾട്ട് ചെയ്തൊക്കെ മനസ്സ് വിഷമിപ്പിച്ച് സംസാരിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ റെമി ടക്കുമിയുടെ അടുത്ത് ചെന്ന് താൻ മോശമായി പെരുമാറിയതിന് സോറി ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ലെന്നും എന്നും ഒരു നല്ല ഫ്രണ്ടായി അവൾ തന്റെ കൂടെ വേണമെന്നുമായിരുന്നു അവൻ അവളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ പണ്ടത്തെ റൂംമേറ്റ് ആയിരുന്ന പെൺകുട്ടി യായെ കാണാനായി വരുന്നു. യായയോട് സംസാരിക്കുമ്പോൾ അവളുടെ സംസാരത്തിൽ നിന്ന് അവൾ ടക്കുമി ഇഷ്ടപ്പെടുന്നു എന്നും മനസ്സിലാക്കുന്ന ഫ്രണ്ട് അതിനെപ്പറ്റി അവളോട് പറയുമ്പോൾ അവൾ അപ്പോഴും നാണിച്ച് ചിരിക്കുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് വന്ന കാര്യം ടക്കുമിയോട് ഒരു മടിയോടുകൂടി അവനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ആ ഒരു രീതിയിലാണ് അവൾ പറയുന്നത്. അവനാകട്ടെ നീ ഇത് നിന്റെ വീടായി കണ്ട് ആരെ വേണമെങ്കിലും ഇവിടെ വിളിച്ചോ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല, നീ ഇവിടെ ഒരു വേലക്കാരിയെ പോലെ നിന്നെ കാണാതിരുന്നാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളോട് വളരെ സ്നേഹത്തോടെയാണ് അവൻ പെരുമാറുന്നത്. കൂടാതെ മിസ്റ്റർ നൈനാനുമൊത്ത് ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്ന ടക്കുമി നൈനാന്റെ ആവശ്യപ്രകാരം തന്നെ ലഞ്ചിന് യായിയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ 3 പേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ യായിയുടെ ആ ഒരു വാല്യൂസ് നൈനാന് വളരെ ഇഷ്ടപ്പെടുന്നു. നൈനാൻ ഒരാവശ്യത്തിന് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, ഫാമിലിയൊക്കെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം വാല്യൂസ് ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നെല്ലാം അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായങ്ങൾ യായും ടക്കുമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കെൻഡോ വരുന്നത്. കെൻഡോ ഇവരുടെ പണ്ടത്തെ ആ സുഹൃത്ത്, ഇപ്പോഴാണ് ഇവർ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. ഒരു ബിസിനസ് ആവശ്യവുമായി നൈനാനെ കാണാൻ വന്ന കെൻഡോ അങ്ങനെ അപ്രതീക്ഷിതമായി ഇവരെ കാണുമ്പോൾ തന്നോട് ക്രഷ് ഉണ്ടായിരുന്ന യായെ കണ്ട് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന രീതിയിൽ ടക്കുമി ഭയപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവൻ ഇവരുടെ മാരേജിൽ ഇവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. പക്ഷേ കെൻഡോ പോയി കഴിഞ്ഞിട്ടും കെൻഡോയെ പറ്റി യായ് ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്നത് ടക്കുമിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഇടയിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇവരുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷണൽ വർക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ വൈറലായും ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. അതിന്റെ ഇടയിൽ ഫ്രണ്ട്സിനെ എല്ലാം
എല്ലാം ഒത്തുകൂട്ടി ഒരു ചെറിയ ഹോം പാർട്ടി നടത്താനായി ടക്കുമി തീരുമാനിക്കുന്നു. അതിൽ കെൻഡോയും റെമിയും ഷിൻഡോയും ഒക്കെ ഉണ്ട്. കാരണം ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഒരു കുഞ്ഞു പാർട്ടിയാണ്. പക്ഷെ ആ ഒരു സമയത്ത് പ്രതീക്ഷ പോലെ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകാനായി ടക്കുമിക്ക് സാധിച്ചില്ല. അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിരക്ക് വരുന്നു. അങ്ങനെ വീട്ടിൽ അവനൊഴിച്ച മറ്റു 4 പേരും ഒത്തുകൂടുകയാണ്. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് അവൻ ചെല്ലുമ്പോഴേക്കും ഗസ്റ്റുകൾ പോയി. കെൻഡോ മാത്രം അവിടെയുണ്ട്. കെൻഡോ ആകട്ടെ യായോട് സംസാരിച്ച് നിൽക്കുന്നതും അവൾക്കൊരു ചെയിൻ ഗിഫ്റ്റ് ചെയ്യുന്നതും കണ്ടുകൊണ്ടെത്തുന്ന ടക്കുമിക്ക് അത് വല്ലാത്ത അസൂയ ഉണ്ടാക്കുന്നു. പക്ഷെ അവൻ അതിന്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ആളാകെ ഡിസ്റ്റർബ്ഡ് ആയി റൂമിൽ പോയി കിടക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അവളെ തനിക്ക് നഷ്ടമാകും എന്ന് തോന്നുന്ന അവൻ അടുത്ത ദിവസം ഓഫീസിൽ പോയിട്ടും സ്വസ്ഥതയില്ലാതെ അവൾക്ക് എനിക്ക് സീരിയസ് ആയി ഇന്ന് ഈവനിങ് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് മെസ്സേജ് അയക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം സംഭവിക്കുന്നു. സ്കൂൾ കാലം തൊട്ടേ ടക്കുമി ഇഷ്ടപ്പെട്ട് നടന്നിരുന്ന സുമി എന്നൊരു പെൺകുട്ടി യായെ കാണാനായി വരുന്നു. ഇവരുടെ ഫോട്ടോ വൈറലായതിനെ തുടർന്ന് അത് കണ്ടാണ് അവൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവൾക്ക് ടക്കുമി ഇഷ്ടമാണെന്നും അവൾ ഏറെ നാൾ അവന്റെ പുറകെ നടന്നിട്ടും അവൻ അവളെ മൈൻഡ് ചെയ്തില്ല എന്നും പറയുന്ന സുമി ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോ പണ്ടേ മനസ്സിലുള്ള യായി ആരുടെയും കണ്ണുനീര് കണ്ട തനിക്കുള്ളതും വിട്ടുകൊടുത്ത് അവരുടെ കണ്ണുനീര് തുടയ്ക്കാനായി അവൾ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ്. അവൾ എന്തോന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നു. അന്ന് അവൻ സംസാരിക്കാനായി എത്തുന്നുണ്ടെങ്കിലും അവൾ വയ്യാന്ന് പറഞ്ഞ് നേരത്തെ കയറി കിടക്കുന്നു. അവളുടെ വയ്യാഴിക എന്താണെന്ന് അറിയില്ലേലും ഒരുപാട് മെഡിസിൻ അവൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അവളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ അന്ന് അവന് കഴിഞ്ഞില്ല. കൂടാതെ അന്ന് അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് യൂസ് ചെയ്ത 2 ഗ്ലാസ് കാണുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്. അവനൊരു പക്ഷെ അത് കെൻഡോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവള് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊരു ഡൗട്ടാണ് ഉള്ളിൽ വരുന്നത്. അടുത്ത ദിവസം രാവിലെ അവളോട് ആര് ഇന്നലെ ഇവിടെ വന്നേന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവരുടെ പണ്ടത്തെ ക്ലാസ്മേറ്റ് സുമിയാണ് വന്നത്. സുമി ഇവന്റെ പുറകെ നടന്ന കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് അപ്പൊ അവർ ടോക്ക് എടുത്തിടുന്നില്ല. കാരണം സുമി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഇവൻ അറിയണ്ട എന്ന് കരുതി. പക്ഷെ ഇവള് പറയുന്നത് കള്ളമാണ്, വന്നത് റൂംമേറ്റ് ഒന്നും അല്ല എന്നത് ടക്കുമിക്ക് മനസ്സിലാവുന്നു. എന്തായാലും അവൻ അവളോട് പറയണമെന്ന് വെച്ച കാര്യങ്ങൾ അപ്പോൾ പറയുന്നുമില്ല. എന്തായാലും അന്ന് കെൻഡോയെ കണ്ട് സംസാരിക്കുമ്പോൾ കെൻഡോ തന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ ശരി ഉള്ളിലുള്ള കാര്യങ്ങൾ യായോട് തുറന്നു പറയാമെന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യാണ്. നീ വിചാരിക്കുന്നത് പോലെ അന്ന് നമ്മൾ കണ്ടുമുട്ടിയത് യാദൃശികമല്ല. ഞാൻ നിന്നെ അന്വേഷിച്ചും കണ്ടും മറിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചും മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷെ നീ എന്നെ കണ്ടത് അന്നാണെന്ന് മാത്രം. എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ സാധിക്കില്ല. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാൻ നോക്കുമ്പോൾ അവൾ അത് നിരസിച്ച് പോവാണ്. ഈ സമയത്താണ് സുമിക്ക് ഇതിലൊക്കെ പങ്കുള്ള കാര്യം ടക്കുമി അറിയുന്നത്. അവളാണ് വീട്ടിൽ വന്നത്, അവളാണിപ്പോ യായിയുടെ മനസ്സ് മാറാൻ കാരണം എന്നൊക്കെ മനസ്സിലാക്കുന്ന അവന് യായിയാണ് ഇഷ്ടം. വെറുതെ അവള് ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോ എന്നിട്ട് യായി അങ്ങനെ പറഞ്ഞില്ലല്ലോ, അവൾ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് എന്നെ അറിയിച്ചല്ലോ എന്ന് സുമി പറയുമ്പോ അത് അവനെ ആകെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നു. എന്തായാലും അത് കേട്ട് അവൻ നേരെ അവളെ കാണാനായി ചെല്ലുന്നു. ആ സമയത്ത് അവള് ഫ്രണ്ടിന്റെ കൂടെ വെഡിങ് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അവളോട് ഇനി എന്തായാലും നിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനായി വരില്ല, നിന്നെ കിട്ടാനുള്ള യോഗം എനിക്കില്ല. കൂടാതെ നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്നും ഓരോന്നും വിട്ടുകൊടുത്ത് സന്തോഷം എന്തെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരാളല്ലേ, അത് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും കാര്യമില്ലല്ലോ, നീയും കൂടി മനസ്സ് വിചാരിക്കണ്ടേന്ന് പറഞ്ഞ് അവൻ പോകുമ്പോ അവൾ നല്ല സങ്കടത്തിലായിരുന്നു അതെല്ലാം കേട്ടിരുന്നത്. അവളാകട്ടെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ആകെ ശോകമായി നിൽക്കാണ്. അവൻ നൈനാനോടും റെമിയോടും ഷിൻഡോയോടും താൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അവിടെ വിട്ടു പോകുന്നു. അവൻ പറഞ്ഞത് കള്ളമാണെന്ന് മിസ്റ്റർ നൈനാനിന് മനസ്സിലായെങ്കിലും അദ്ദേഹം അതിന്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം തന്റെ പിടിവാശികൾ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കാണ് ഇതിന് ശേഷം ടക്കുമി പോയതെന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് അവന്റെ റൂമിൽ നിന്ന് വർഷങ്ങൾ മുന്നേ താൻ വരച്ച ഒരു പിക്ചർ വരെ അവൻ ഇപ്പോ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യം യായി കാണുന്നത്. അവൻ എത്രത്തോളം തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് അവൾ ഇപ്പോ തിരിച്ചറിയുന്നു. തന്റെ അവസ്ഥ കണ്ട് വെറുതെ തോന്നിയ ഒരു സിമ്പതിയോ ഒന്നും അല്ല അത് എന്ന് മനസ്സിലാക്കുന്ന അവൾ ആർക്കു വേണ്ടിയും അവനെ വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കാനായി തീരുമാനിച്ച് അവനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. അങ്ങനെ അവനെ കണ്ടുമുട്ടുന്ന അവൾ അവനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് നിന്റെ കൂടെ വേണം, അത് മാത്രം മതി എന്ന് പറഞ്ഞ് അവൾ കരയുമ്പോ ഇവൾ ചുമ്മാ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇനിയും ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ വേണ്ട, അത് കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ഇടയിലൂടെ അവർ നിന്നത് ഒരു ലെവൽ ക്രോസിന്റെ അപ്പുറവും ഇപ്പുറവും ആയതുകൊണ്ട് ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന ആ സമയത്തിൽ അവൻ അങ്ങ് മറഞ്ഞു പോകുന്നു. അവൾക്ക് അവൻ എവിടെ പോയെന്നേ അറിയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ അവൻ മാറി നിൽക്കുന്നു. അതിന്റെ ഇടയിൽ കെൻഡു അവനെ കണ്ട് ഞാനും യായും വിവാഹം ചെയ്യാൻ പോവാണ്, നീ ആ വിവാഹത്തിലേക്ക് വരണമെന്ന് പറയുന്നു. അന്നത്തോടെ എല്ലാം അവസാനിക്കുമല്ലോ എന്ന ഒരു കാര്യം കൊണ്ട് വളരെ സങ്കടത്തോടെ ആണെങ്കിലും അവൻ ആ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് അവൻ അറിയുന്നത് അവനെ ഇവർ പറ്റിച്ച് അവരുടെ മുന്നിലേക്ക് വരുത്തിയതാണെന്ന്. കാരണം ഇവൻ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒളിച്ചോടി നിൽക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോ അവനെ ഇത് വെറും ഒരു നാടകമായിരുന്നു, ഇവിടെ നിന്റെയും എന്റെയും കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്ന് യായി അറിയിക്കുന്നു. കൂടാതെ അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ആർക്കും വേണ്ടിയും ഒന്നിനു വേണ്ടിയും മറ്റെന്തൊക്കെ വിട്ടുകൊടുത്താലും അവനെ താൻ ഇനി വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ അവനായില്ല. അങ്ങനെ ആ വേദിയിൽ ഇവർ വിവാഹിതരാവുന്നു. പണ്ട് ടക്കുമി കളിക്കൂട്ടുകാരായിരുന്നപ്പോൾ യായിയെ ഇഷ്ടപ്പെട്ട പോലെ തന്നെ അവൾക്കും ആ ഒരു ഇഷ്ടം അവനോട് അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതലേ ഇവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ സുമി അവനെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയാവുന്നതുകൊണ്ട് അവളുടെ എപ്പോഴത്തെയും സ്വഭാവമായ വിട്ടുകൊടുക്കൽ അവൾ അന്നേ തുടർന്നു.
അതുകൊണ്ടാണ് അവൾ അന്ന് കെൻഡോയെ ഇഷ്ടപ്പെടുന്നു, തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ ടക്കൂമി വിചാരിച്ചത്. അവൾക്ക് ടക്കൂമിയെ തന്നെയായിരുന്നു ഇഷ്ടം. അത് അവൾ അവന്റെ തെറ്റിദ്ധാരണ മനസ്സിലാക്കി ഈ അടുത്ത് പലതവണ പറയാൻ വന്നെങ്കിലും പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ടക്കൂമിയുടെ രാജകുമാരിയായി യായിയും യായിയുടെ രാജകുമാരനായി ടക്കൂമിയും ഇനി ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാവും. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.